ബിഗ് ബോസ് മലയാളം 1 മുതൽ 6 വരെയുള്ള സീസണുകൾ നോക്കിയാൽ ഏറ്റവും അധികം സാലറി ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാനായിട്ട് വാങ്ങിയ കണ്ടസ്റ്റന്റ് ആരാണ്? അതുപോലെ തന്നെ പെർ ഡേ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാൻ എത്തിയ കണ്ടസ്റ്റന്റും ആരാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എത്ര രൂപയാണ് ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാനായിട്ട് ഈ പറയുന്ന 2 കണ്ടസ്റ്റൻസും വാങ്ങിയതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവരുടെ സാലറിയിൽ ഇത്രയും വലിയ വ്യത്യാസങ്ങൾ വരുന്നത്, അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരാണ് ഏറ്റവും കുറവ് സാലറി വാങ്ങിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ താമസിച്ചത് എന്നാണ്. അപ്പൊ മറ്റാരുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6, അതായത് ഈ കഴിഞ്ഞ സീസണിൽ പങ്കെടുത്ത ജാൻമണി ദാസ് എന്ന് പറയുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന കുറവ് സാലറി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് വാങ്ങിച്ചിട്ടുള്ളത്. ജാൻമണി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി ദാസ്. ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ ഒരു ദിവസം താമസിക്കുന്നതിന് വാങ്ങിച്ചത് വെറും 10,000 രൂപയാണ്. ജാൻമണിയുടെ ഒരു ദിവസത്തെ ബിഗ് ബോസ് ഹൗസിലെ സാലറി എന്ന് പറയുന്നത് വെറും 10,000 രൂപയാണ്. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും കുറവ് എമൗണ്ട് വാങ്ങിയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ സാലറി ഒരു ദിവസം നിൽക്കുന്നതിന് വാങ്ങിയ കണ്ടസ്റ്റന്റ് ആരാണ്? മറ്റാരുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 1 ശ്വേതാ മേനോനാണ് ഏറ്റവും അധികം സാലറി ബിഗ് ബോസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ശ്വേതാ മേനോൻ നമ്മുടെ സീസൺ 6 ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ അന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു ദിവസം താമസിക്കുന്നതിന് വാങ്ങിയിരുന്നത് 1,00,000 രൂപയാണ്. ശ്വേതാ മേനോൻ ബിഗ് ബോസ് ഹൗസിൽ ഫുൾ ഡേ, അതായത് 100 ദിവസവും കംപ്ലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 1 പ്രൈസ് മണി ആയിരുന്ന 1 കോടി രൂപ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സാലറിയുടെ രൂപത്തിൽ വാങ്ങാനായിട്ട് പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ശ്വേതാ മേനോൻ. 1,00,000 രൂപ കൊടുത്ത് ആദ്യമായാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു കണ്ടസ്റ്റന്റിനെ താമസിക്കാനായിട്ട് ബിഗ് ബോസ് കൊണ്ടുവരുന്നത്. ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു നമ്മുടെ ശ്വേതാ മേനോൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ശ്വേതാ മേനോൻ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സീസണിൽ ഏറ്റവും അധികം സാലറി കൊടുത്തിട്ട് ശ്വേതയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 1 ഏറ്റവും അധികം സാലറി വാങ്ങിയ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 1 ഏറ്റവും കുറവ് സാലറി വാങ്ങിയ കണ്ടസ്റ്റൻസ് വരെ 40,000 രൂപയാണ് ആ ഒരു സീസണിൽ വാങ്ങിയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തപ്പോൾ അത്രയും പൈസയാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ വരുന്ന കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇപ്പോൾ നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസിനും അവരുടെ പുറത്തെ ജോലിക്കനുസരിച്ച്, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ആ ഒരു സമയം അവർ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ എത്ര രൂപ അവരെ കൊണ്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കും, അതിനനുസരിച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ അവർക്ക് സാലറി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും അത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ജാൻമണിയുടെ കേസ് ഒരു ദിവസം 10,000 രൂപയാണ് സാലറി. ശ്വേതാ മേനോന് ഒരു ദിവസം 1,00,000 രൂപയാണ് സാലറി ആയിട്ട് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ, റിയാസ് സലീം, ജുനൈസ്, അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിനും അവരവരുടേതായിട്ടുള്ള ജോലികൾ പുറത്ത് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സാലറി കൊടുക്കുന്നത്. ഇപ്പോൾ ജാൻമണിയുടെ കേസ് പറയുകയാണെങ്കിൽ ജാൻമണിക്ക് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഭാഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാൻമണി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് പ്രീവിയസ് ഇയറിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റ്, അതായത് സീസൺ 5 ശോഭ വിശ്വനാഥിന്റെ റെക്കമെൻഡേഷനിലാണ് ജാൻമണി ദാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാലറിയിലും അതിൻ്റെതായിട്ടുള്ള ഇടിവ് വരും. ജാൻമണിക്ക് ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാവുമ്പോൾ തീർച്ചയായിട്ടും സാലറിയിലും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശ്വേതാ മേനോൻ എന്ന് പറയുന്നത് ശ്വേതയെ ബിഗ് ബോസ് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ശ്വേതയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ശ്വേത പറയുന്നതാണ് അവിടെ സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഇവർക്ക് സീരിയലിലോ സിനിമയിലോ സ്റ്റേജ് പ്രോഗ്രാമുകളിലോ അഭിനയിക്കാം, താല്പര്യമുള്ള സ്ഥലങ്ങളിൽ പോകാം, വീട്ടുകാരുടെ കൂടെ പോകാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാം, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെയൊന്നുമല്ല.
നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ട് യാതൊരു ബന്ധമില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ബിഗ് ബോസ് പറയുന്നതനുസരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം, ടാസ്കുകളിൽ പങ്കെടുക്കണം, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ് പുറത്ത് ചെയ്യുന്ന ജോലിക്കും അനുസരിച്ചിട്ടായിരിക്കും അവരുടെ സാലറി ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസിനും ഇത് വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും അധികം സാലറി ബിഗ് ബോസ് ഹൗസിൽ വാങ്ങിയ കണ്ടസ്റ്റന്റ് ആരാണെന്ന്. ശ്വേതാ മേനോനാണ്. ആ ഒരു സീസണിൽ തന്നെ ഒരുപാട് പേര് 80,000 70,000 രൂപയൊക്കെ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും അധികം സാലറി വാങ്ങിയത് യമുന റാണി എന്ന് പറയുന്ന ആ ഒരു സീനിയർ ആക്ട്രസ് ആണ്. 55,000 രൂപയാണ് ഏറ്റവും അധികം സാലറി ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റിന് സീസൺ 6 കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സീസൺ 1 കൊടുത്തിരുന്ന ആ ഒരു സാലറിയുടെ 7 അയലത്ത് പോലും സീസൺ 6 5 അല്ലെങ്കിൽ 4 ഒന്നും എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീസൺ 1ന്റെ പ്രൈസ് മണിയും 1 കോടി രൂപയുടെ ഫ്ലാറ്റ് ആയിരുന്നു അന്ന് സാബുമോന് കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് കണ്ടക്ട് ചെയ്തൊരു സീസണാണ് സീസൺ 1 എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന സീസണുകളിൽ എല്ലാത്തിലും ടൈറ്റിൽ വിന്നർ ആകുന്ന കണ്ടസ്റ്റൻസിന് ഉൾപ്പെടെ കിട്ടുന്ന പ്രൈസ് മണിയിൽ അതിൻ്റെതായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് പെർ ഡേ കൊടുക്കുന്ന സാലറിയിലും അതിൻ്റെതായിട്ടുള്ള ഇടിവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ വരുന്നത് ഈ പറയുന്ന സ്പോൺസേഴ്സിൻ്റെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ അന്ന് ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് 1 കോടി രൂപയുടെ ഫ്ലാറ്റ് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് 50 ലക്ഷം രൂപയാണ് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ റോയ് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നറിന് കൊടുത്തത്. അതുപോലെ തന്നെ സീസൺ 5ലും അതുപോലെ തന്നെ ആയിരുന്നു. 50 ലക്ഷം രൂപയാണ് അഖിൽ മാരാറിന് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് മണിയിലും സാലറിയിലൊക്കെ നല്ല ഇടിവുകൾ സംഭവിച്ചു വരുന്നുണ്ട് ബിഗ് ബോസിൽ. എന്തൊക്കെയാണെങ്കിലും അതൊരു കാരണമല്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഒത്തിരി ഫെയിം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഏകദേശം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 സിനിമയിൽ അഭിനയിക്കുന്ന അത്രയും വലിയൊരു ജനശ്രദ്ധ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ കിട്ടും. നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നിൽക്കണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ 10 സിനിമയിലോ 20 സിനിമയിലോ ഒക്കെ നല്ല രീതിയിലുള്ള വേഷങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന അത്രയും വലിയൊരു ജനശ്രദ്ധ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോയുടെ മെയിനായിട്ടൊരു ഉദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു ഷോ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു ഫെയിമിന് വേണ്ടി തന്നെയാണ്. നമുക്ക് ഒരുപാട് ജനശ്രദ്ധ നേടാനായിട്ട് പറ്റുന്നൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകളും അതിൻ്റെതായിട്ടുള്ള സാലറിയിൽ കേന്ദ്രീകരിക്കാറില്ല. അവർക്ക് അവരുടെ ഫെയിമിന് വേണ്ടിയാണ് ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. പിന്നീട് ബിഗ് ബോസിന്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരുന്ന ചില കണ്ടസ്റ്റൻസ് ഉണ്ട്. താല്പര്യമില്ലാഞ്ഞിട്ടും ബിഗ് ബോസ് ഫോഴ്സ് ചെയ്ത് വിളിച്ചു കൊണ്ടുവരുന്നവര്, അവർക്കായിരിക്കും ഈ പറയുന്നത് പോലെ കൂടുതൽ സാലറി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് കൊണ്ട് ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ബിഗ് ബോസ് മലയാളത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവരുടെ പേരൊന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്